നമസ്കാരം, എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ചവറ NSNSM ITC രാഹ്മാൻ സിവിൽ സെക്ഷനിലെ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എസ്റ്റിമേഷനെ കുറിച്ചാണ്. വാട്ട് ആർ ദ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ എസ്റ്റിമേഷൻ ആൻഡ് വാട്ട് ആർ ദ പർപ്പസ് ഓഫ് എസ്റ്റിമേഷൻ. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന്, ടൈപ്സ് ഓഫ് സാങ്ഷൻസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. ഫസ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാങ്ഷൻസ്. എത്ര ടൈപ്പിൽ സാങ്ഷൻസ് ഉണ്ട്, അതായത് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഏതൊക്കെ സാങ്ഷൻസ് ആണ് നമ്മൾ ഓരോ അതോറിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ടത്. അത് തന്നെ മെയിൻ ആയിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ്? അല്ലെങ്കിൽ അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ 3 സാങ്ഷനുകൾ കൂടുതലായിട്ടും വരുന്നത്, 3 കോമൺ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് വർക്കുകളിലും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ഒരു PWD ആയാലും ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും വർക്ക് തുടങ്ങാൻ പോകും. അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ബിൽഡിംഗ് പണിയണം. അങ്ങനെ ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്കും അതിന്റെ അതോറിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ ബിൽഡിംഗ് പണിയേണ്ടതായിട്ടുള്ള പെർമിറ്റ്, സാങ്ഷൻ വാങ്ങിക്കണം. അതിനായി ഒരു റഫ് എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അതായത് ആ ബിൽഡിങ്ങിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഉള്ള രീതിയിൽ ഒരു റഫ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആദ്യം തന്നെ ആ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് അല്ലെങ്കിൽ സാങ്ഷൻ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുന്ന സാങ്ഷനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ സാങ്ഷൻ ആണ്. അങ്ങനെ ഒരു ബിൽഡിങ്ങിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ഉള്ള കാര്യം അതിന്റെ ഫണ്ട് കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന് വേണ്ട പണം വേണം. അതിനുവേണ്ടി റഫായിട്ട് ഒരു കോസ്റ്റ് അനാലിസിസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എസ്റ്റിമേറ്റും കോസ്റ്റ് അനാലിസിസിന്റെയും കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏകദേശം എത്രത്തോളം ചെലവാകുമെന്ന് റഫായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ റഫായിട്ട് കണ്ടുപിടിക്കുന്നത് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും. അതായത് ഏകദേശം അതേ കണ്ടീഷൻസ് ഉള്ള മറ്റൊരു ബിൽഡിങ്ങുമായി കമ്പയർ ചെയ്ത് അതിന്റെ എസ്റ്റിമേറ്റ് പഠിച്ച് ഏകദേശം ഇത്ര രൂപയാകും, ഈ ബിൽഡിംഗ് കെട്ടാൻ ഇത്ര രൂപയാകും എന്ന് പഠിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. ആ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് നൽകിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സാങ്ഷൻ വാങ്ങിക്കുന്നത്. ആ ഫിനാൻഷ്യൽ സാങ്ഷൻ വാങ്ങിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള അതോറിറ്റിയിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ സാങ്ഷൻ ആണ്. ഈ 3 സാങ്ഷനിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള സാങ്ഷനാണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മളൊരു വീട് പണിയുമ്പോഴും എല്ലാത്തിന്റെയും ഒരു എഞ്ചിനീയറുടെ സൈനോട് കൂടി നമുക്ക് എന്ത് വേണം, ആ ഒരു എസ്റ്റിമേറ്റിനകത്തും ആ പ്ലാനകത്തും എല്ലാം ഒരു എഞ്ചിനീയറുടെ സൈൻ വേണം. എങ്കിലേ ആ എസ്റ്റിമേറ്റ് അപ്രൂവ് ആവും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ ടോട്ടൽ കറക്റ്റ് തുക കണക്ക് കൂട്ടി അതിനകത്തുള്ള എല്ലാ മെറ്റീരിയൽസിന്റെയും ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം, ഓരോ മെറ്റീരിയൽസും അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും എല്ലാം തയ്യാറാക്കി അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തു കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് അതോറിറ്റിയിൽ നിന്നും കിട്ടുന്ന സാങ്ഷനാണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടെക്നിക്കൽ സാങ്ഷനിൽ കൊടുക്കുന്ന ആ എസ്റ്റിമേറ്റിൽ ആ ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, അതിന്റെ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കണം, അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കണം, ആ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടി ആ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് 3 മെയിൻ ആയിട്ടുള്ള സാങ്ഷൻസ്. ഏതൊക്കെയായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റിന്റെ തന്നെ വിവിധ വിഭാഗങ്ങൾ ഏതൊക്കെ? എസ്റ്റിമേറ്റിനെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടും 10 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. എസ്റ്റിമേറ്റ് എന്താണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഈ സാങ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുന്നതിനും ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടുന്നതിനും നമ്മൾ റഫായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുന്നു. അതിനുശേഷം ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. അതിൽ നിന്ന് തന്നെ എസ്റ്റിമേറ്റ് പല രീതിയിൽ നമ്മൾ തയ്യാറാക്കും എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. എന്താണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്? ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം, തുടക്കത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. അതായത് ഫിനാൻഷ്യൽ സാങ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ റഫായിട്ടുള്ള ആ ഒരു പ്രോജക്ടിന്റെ റഫായിട്ട് ഉണ്ടാക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ത്? പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, അതായത് പ്ലിന്ത് ഏരിയ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ
ഒരു പ്ലിന്ത് ഏരിയ എന്തായിരുന്നു? ഒരു ബിൽഡിങ്ങിന്റെ വാളിന്റെ ഔട്ടർ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നും ഏരിയ കണക്കാക്കുന്നതായിരുന്നു പ്ലിന്ത് ഏരിയ. അതുപോലെ തന്നെ നമ്മൾ പണിയാൻ പോകുന്ന ഒരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ മറ്റൊരു ബിൽഡിങ്ങുമായി കമ്പയർ ചെയ്തു അതിന്റെ പ്ലിന്ത് ഏരിയയുമായി കമ്പയർ ചെയ്തിട്ട് ഏകദേശം എത്ര രൂപയായി, ഏരിയക്ക് എത്ര രൂപയായി എന്ന് കണക്ക് കൂട്ടുന്നു. അതായത് ഒരു ബിൽഡിംഗ് പണിയാൻ പോകുന്നു, അതിനോട് സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ അതേ കണ്ടീഷനിൽ പണിഞ്ഞ മറ്റൊരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അതിന് ഇപ്പം പെർ മീറ്റർ സ്ക്വയറിൽ എത്ര രൂപയായി അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിൽ എത്ര രൂപയായി എന്ന് കണ്ടുപിടിച്ച് നമ്മൾ പുതിയ ബിൽഡിങ്ങിന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും. ഏരിയ കാൽക്കുലേഷനാണ്. അതുകൊണ്ടാണ് അതിനെ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ആണ്. ക്യൂബിക് റേറ്റ് ആണ്. അതായത് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ എല്ലാത്തിന്റെയും ക്വാണ്ടിറ്റി കണക്കാക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഏരിയ മാത്രം കണക്ക് കൂട്ടാൻ കഴിയില്ല. അതായത് നമ്മളൊരു ഭിത്തി പ്ലാസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ പറയുന്നത് ഏരിയ ആണ്. ഒരു ഭിത്തി ഇത്രയും പ്ലാസ്റ്റർ ചെയ്യണം, അതിന്റെ ഏരിയ എത്രത്തോളമാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഒരു ഏരിയ കണക്ക് കൂട്ടാൻ നീളവും വീതിയും മതി. ആ നീളവും വീതിയും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. പക്ഷേ അതേ ബിൽഡിങ്ങിന്റെ തന്നെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുന്ന പോർഷൻ, എത്രത്തോളം മണ്ണെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമുക്ക് ഒരിക്കലും ഏരിയ എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈ 3 കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എത്രത്തോളം വോളിയം, എത്ര ക്വാണ്ടിറ്റി മണ്ണാണ് നമുക്ക് എടുത്തു മാറ്റേണ്ടത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മീറ്റർ ക്യൂബിൽ അല്ലെങ്കിൽ ക്യൂബിക് ഫീറ്റിൽ ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റും, അതായത് ഒരു മറ്റൊരു ബിൽഡിങ്ങുമായി കമ്പയർ ചെയ്ത് ഈ ക്യൂബിക് റേറ്റ് കണ്ടുപിടിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനെയാണ് ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അതായത് ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ അതും കമ്പാരിസൺ തന്നെയാണ്. മറ്റൊരു ബിൽഡിങ്ങുമായി കമ്പയർ ചെയ്ത് ഏകദേശം ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഇത്ര ഏരിയ ഒരു ബിൽഡിങ്ങിൽ ഇത്ര മണ്ണെടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഇത്ര ഏരിയയിൽ ഇത്ര കട്ട കെട്ടി ഒരു ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ ഇത്ര ഏരിയ കെട്ടാൻ വേണ്ടി ഇത്ര ബ്രിക്സ് നമുക്ക് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ബിൽഡിംഗ് പണിയുന്നു, ഏകദേശം സെയിം കണ്ടീഷൻ തന്നെയാണ്, അപ്പൊ അത്രയും കട്ട അവിടെ വേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് പ്ലിന്ത് ഏരിയ ആയാലും ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ആയാലും അതൊക്കെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഇപ്പൊ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം അളവില് മെറ്റീരിയൽസ് വേണം എന്നാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഏറ്റവും ഈ എസ്റ്റിമേറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അത് മെയിൻ ആയിട്ടും 2 തരത്തിലാണുള്ളത്. അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്? നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ആ ഒരു ബിൽഡിങ്ങിന്റെ എൻറ്റയർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുണ്ട്, അതിന് എത്ര ചെലവാകും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിനായിരിക്കണം? ആ ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും. ആ എസ്റ്റിമേറ്റ് ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ തന്നെ 2 പോർഷൻസ് ഉണ്ട്. അതായത് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ്സ് ആൻഡ് കാൽക്കുലേഷൻ ആൻഡ് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് കോസ്റ്റ്. ഇങ്ങനെ 2 രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ 2 ടേബിൾ ആണ്. ഫസ്റ്റ് ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ. ഏത് ഐറ്റം, ഡിസ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്നത് ഏത് ഐറ്റം ആണ്. ഇപ്പോൾ ഫസ്റ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഈ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വരെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് എന്താണ്? വോളിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. അപ്പോൾ നമുക്ക് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ടോട്ടൽ ഒരു ക്വാണ്ടിറ്റി കിട്ടും. എത്രത്തോളം ടോട്ടൽ ക്വാണ്ടിറ്റി എന്നുള്ളത് കിട്ടും. ഇനി ഇങ്ങനെ കിട്ടിയ ക്വാണ്ടിറ്റി അതിപ്പോൾ നമ്മൾ വാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്ര ബ്രിക്സ് വേണം എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കോളത്തിന്റെ ആവശ്യമില്ല. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് മാത്രം മതി. അങ്ങനെ ഇവിടെ യൂണിറ്റ് എഴുതുമ്പോഴും അതിന്റെ യൂണിറ്റുകളും വ്യത്യാസം വരും. അങ്ങനെ കണ്ടുപിടിച്ച ടോട്ടൽ ക്വാണ്ടിറ്റി, ഈ ടോട്ടൽ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് കോസ്റ്റ്. ഇതെന്താണ്? മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ആണ്. ഈ ഭാഗത്തിൽ നമുക്ക് കിട്ടുന്നത് ഓരോ മെറ്റീരിയൽസും എത്ര ക്വാണ്ടിറ്റി വീതമാണ് എന്നാണ് കിട്ടുന്നത്. രണ്ടാമതായി വരുന്ന അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിക്ക് എത്ര രൂപയാകും, എത്ര ചെലവാകും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി ഇതേ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇത് ഈ കോളത്തിൽ ഐറ്റം നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ്, എമൗണ്ട്. അതായത് അതേ ക്വാണ്ടിറ്റി എടുത്തിരുന്നു.
ഇവിടെ കിട്ടിയ അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ എഴുതുന്നത്. അതിന്റെ നോർമൽ റേറ്റ് കൊടുക്കുന്നു, ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പർട്ടിക്കുലർ ഐറ്റത്തിന്റെയും ടോട്ടൽ ക്വാണ്ടിറ്റിയും എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. അതായത് ആ എസ്റ്റിമേറ്റിനെ തന്നെ നമ്മൾ റിവൈസ് ചെയ്യുന്നു, ഒന്നുകൂടി മാറ്റം വരുത്തുന്നു. അങ്ങനെ മാറ്റം വരുത്താനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് രണ്ട് കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റിനകത്ത് ചേഞ്ച് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുന്നതിനും ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടുന്നതിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആ റഫ് എസ്റ്റിമേറ്റ് ആണ്. ആ റഫ് എസ്റ്റിമേറ്റിൽ കുറച്ച് വ്യത്യാസം, ആ റഫ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അവിടെ ആദ്യം കൊടുത്ത എസ്റ്റിമേറ്റിനെക്കാട്ടിലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി, അല്ലെ എമൗണ്ട് കൂടി. കറക്റ്റിന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റിനെക്കാട്ടിലും 10% ഇൻക്രീസ് ആവും, 10% കൂടുതൽ നമുക്ക് ചെലവാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. അത് റയറായിട്ടുള്ള കണ്ടീഷനൊക്കെയാണ്. അത് റഫ് എസ്റ്റിമേറ്റ് ഒരുപാട് നമ്മൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. പിന്നെ മെയിനായിട്ടും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ മറ്റൊരു കാരണം, നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുന്നു. ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുമ്പോഴത്തേക്ക് നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന RR മേസൺറി ആണ്, അതായത് പാരാൻഡബിൾ മേസൺറി ആണ്, അതിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് മാറിപ്പോയി, നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ കണ്ടീഷൻസിനനുസരിച്ച് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് ആദ്യം പറഞ്ഞ നമ്മൾ തയ്യാറാക്കിയ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നിന്നും ഒരു മെറ്റീരിയൽ, ഒരു ഭാഗം ചെയ്യാനുള്ള മെറ്റീരിയൽസ് അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും ടോട്ടലി മാറിയത്. അതായത് RR മേസൺറി ഇപ്പൊ 6 ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്തത്. അതുപോലെ അതിന്റെ ചെലവുകളും മാറും, മെറ്റീരിയൽസും മാറും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എസ്റ്റിമേറ്റിനെ തന്നെ പുതുക്കി ഒന്നുകൂടി ചെയ്യും. അതിനെയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള എസ്റ്റിമേറ്റിൽ തന്നെ മാറ്റം വരുത്തുകയല്ല, പുതിയതായിട്ട് മറ്റൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. ഫ്രഷ് എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള എസ്റ്റിമേറ്റിനെ സപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ടാണ്. അതായത് നമ്മളിപ്പോ ഒരു വീട് പണിയുന്നു, അതിന്റെ എസ്റ്റിമേറ്റിൽ നമ്മൾ ഇന്റീരിയർ ചെയ്യാനായി ഇത്ര എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്, അത്ര എമൗണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റീരിയറിന്റെ മാത്രം അത്രയും എമൗണ്ടിൽ നിർത്തിക്കൊണ്ട് അതിനകത്ത് ഏതൊക്കെ ഇന്റീരിയർ ചെയ്യാൻ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത്, അതിന് എത്രത്തോളം ചെലവാകും എന്നതൊക്കെ കാണിച്ചുകൊണ്ട് മറ്റൊരു എസ്റ്റിമേറ്റ്, അതിനോട് ചേർത്ത് തന്നെ മറ്റൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. പക്ഷെ നമ്മൾ ആദ്യം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ കാണിച്ച എമൗണ്ടിൽ നിന്നും അത് മാറാൻ പാടില്ല. അത്രയും എമൗണ്ടിൽ നിർത്തിക്കൊണ്ട് ആ ഐറ്റംസിന്റെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി വരുന്നുണ്ട് അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന മറ്റൊരു എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ആനുവൽ റിപ്പയർ ആൻഡ് മെയിന്റനൻസ്. ആനുവൽ റിപ്പയർ ആൻഡ് മെയിന്റനൻസ് നെക്സ്റ്റ് വൺ സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുന്നുണ്ട്. സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്താണെന്ന് പറഞ്ഞു. ഈ രണ്ട് കണ്ടീഷൻസും ഒരുപോലെ വരികയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ഈ രണ്ട് എസ്റ്റിമേറ്റും ഒറ്റ പ്രോജക്റ്റിൽ തന്നെ വരും. അങ്ങനെയുള്ള റയറായിട്ടുള്ള കണ്ടീഷൻസ് വരുവാണെങ്കിൽ അവിടെ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, അത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നത്. അതാണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ആനുവൽ റിപ്പയർ ആൻഡ് മെയിന്റനൻസ്. അപ്പൊ ഇതിൽ തന്നെ മനസ്സിലാക്കും, ആനുവൽ ആയിട്ട് വർഷാവർഷം ഒരു ബിൽഡിംഗിൽ ഉണ്ടാകുന്ന റിപ്പയറുകൾ, മെയിന്റനൻസ്, പെയിന്റ് അടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് മെയിന്റനൻസ് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. അതിനെയാണ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിന്റനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്ത് റൂഫ് നമ്മൾ ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന ഓടാണ്, അല്ലെങ്കിൽ ആ റൂഫ് ചേഞ്ച് ചെയ്യുന്നു, മറ്റ് വേറെ മെറ്റീരിയൽസ് ഇട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ വീടിന്റെ ഒക്കെ റിനോവേഷൻ വർക്കുകൾ എന്ന് പറയും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനുവേണ്ടി പ്രത്യേകം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. അങ്ങനെ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റിനെയാണ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയും. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് സാങ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.